വഴുതിനങ്ങ അച്ചാർ, അതും ഗോവൻ സ്റ്റൈൽ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ചൊരു സ്വീറ്റ്നെസ്സും പുളിപ്പും കുറച്ച് എരിവും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു അച്ചാറാണിത്. ഉണ്ടാക്കി നോക്കണം എല്ലാവരും. നമ്മുടെ ചാനലിൽ കേരളത്തിൻ്റെ തനതായ റെസിപ്പീസിന് തന്നെയാണ് പ്രധാനം. എങ്കിലും ഇതിൻ്റെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആഗ്രഹമാണ് വേൾഡ് വൈഡായിട്ടുള്ള വെജിറ്റേറിയൻ, വീഗൻ, പ്ലാൻ ബേസ്ഡ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. പിക്കിളിന് വേണ്ടി ഒരു 1/2 കിലോ വയലറ്റ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ളത് വേണേ ആവാം, എന്തായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ വഴുതനങ്ങയുടെ സീസണും കൂടിയാണ്, വേഗം വാങ്ങിച്ചു വെച്ചോളൂ. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു അച്ചാർ. നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം 1 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ പാത്രത്തിൽ. തുടയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ചേർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊടിയുപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്ത് വെച്ചാൽ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി 2-3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ എടുക്കുന്നത് കടുക് ഒരു 1.5 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം കടുകും ഉലുവയും നമ്മൾ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതൊന്ന് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ ജീരകം ചേർത്ത് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കും. ഇതപ്പോൾ കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ജീരകം ഇടുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജീരകം പെട്ടെന്ന് റോസ്റ്റ് ആവും. ജീരകത്തിൻ്റെ മണം നന്നായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജീരകവും റോസ്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഇനി നമുക്കിതൊരു തണുത്ത പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടുള്ള പാത്രത്തിൽ കിടന്ന് അത് കൂടുതൽ റോസ്റ്റായി പോകാതിരിക്കാനും കരിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം ഇത് ഒരു ചെറിയ തരിത്തരിപ്പുള്ള പൊടിയായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് വെച്ച വഴുതനങ്ങ ഇപ്പം മാറ്റി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്ത് ബാക്കിയുള്ള വെള്ളം കൂടി കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് ഇത് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വെള്ളം കളയാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, ഇതിലേക്ക് ഉപയോഗിക്കില്ല. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 100 ml നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വേറെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യ് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോട്ടേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൽ ബാക്കി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ എണ്ണയിലേക്ക് നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റോളം വഴറ്റുമ്പോഴേക്കും നമുക്കിത് ഏകദേശം ഇത് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഏകദേശം നിറം മാറി വരുന്നുണ്ട്. ഇപ്പം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തതാണ്. സാധാരണ നമ്മൾ വെളുത്തുള്ളിയാണ് കൂടുതൽ എടുക്കുക, പക്ഷേ ഇവിടെ ഇഞ്ചിയാണ് കൂടുതൽ എടുക്കുന്നത് പിക്കിളായതുകൊണ്ട്. ഇഞ്ചി ഒരു 60%, വെളുത്തുള്ളി ഒരു 40% എടുത്ത് ക്രഷ് ചെയ്തതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 75 മില്ലി ആക്കാം കേട്ടോ. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് 100 മില്ലി ആണ്, 75 മില്ലി ആക്കാം. ഇതിലേക്ക് ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ട്, നിറം കിട്ടും. മാത്രമല്ല ഇതൊന്ന് പെട്ടെന്നൊന്ന് കാരമലൈസായി കിട്ടുകയും ചെയ്യും, കുക്കാവും പെട്ടെന്ന്.
മഞ്ഞൾ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച കടുക്, ഉലുവ, ജീരകം അത് പൊടിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാണ്. ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അതുപോലെ ചേർക്കാം കേട്ടോ. എരിവിനെ ബാലൻസ് ചെയ്യാനായി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്, ഒരു 75 ഗ്രാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 100 ml വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള ചുമന്ന മുളക് പൊടി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പച്ചമുളക് ഉപയോഗിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് ആ മീഡിയം തീയിൽ വെച്ചേക്കാം. ഉപ്പ് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കാൻ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അതിൻ്റെ അംശം ഇതിലുണ്ടാകും. ഇനി ബാക്കിയുള്ള ഉപ്പും കൂടി ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹാർഡായിട്ടുള്ള കഷ്ണങ്ങളൊന്നും ഈ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. ഇത് നമ്മുടെ ഗോവൻ സ്റ്റൈൽ വഴുതനങ്ങ പിക്കിൾ റെഡിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.